എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ ഇട്ടില്ലായിരുന്നു. നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ കമലയുടെ വീട്ടിൽ അവർ ചർച്ചകൾ നടത്തുന്നു. എന്നിട്ട് അവർ ഒരു തീരുമാനത്തിലെത്തുവാണ്. ബാലേന്ദ്രനെ വിളിക്കാം, ചർച്ച നടത്തുന്ന കാര്യം പറയാമെന്ന്. അങ്ങനെ അപ്പോൾ തന്നെ ശിവൻ വിളിക്കുവാണ് ബാലേന്ദ്രനെ. വിളിച്ചിട്ട് കിടന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു. അന്നേരം ഇല്ല, കാര്യം പറഞ്ഞു എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കുവാണ്, നമുക്ക് നാളെ ഒന്നുകൂടെ ചർച്ചയ്ക്ക് ഇരുന്നാലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ, ഇന്ന് നടന്ന് പിന്നെ ചീറ്റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പം അത് ശരിക്കും ചെയ്യുന്നത് നീയല്ലേ, ഞങ്ങളല്ലല്ലോ എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരെ, ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുക. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എന്നെയല്ല ചീറ്റ് ചെയ്തത്, എൻ്റെ പെങ്ങളെയാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആരെ ചീറ്റ് ചെയ്തു എന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് പറയണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഫോൺ വയ്ക്കുവാണ് എന്ന് പറയും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഫോൺ വയ്ക്കരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ഒന്നുകൂടെ എടുത്തു പറയുന്നു. അന്നേരം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണം, എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, പക്ഷേ ആ വീട്ടിലോട്ട് ഞാൻ വരില്ല എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കും, ഈ വീടിന് എന്താ കുഴപ്പമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ചതിയുടെയും വഞ്ചനയുടെയും കൂടെ നിന്ന് ചതിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു അടയാളമായ വീടാണ് എന്ന് പറയുമ്പം, അങ്ങനെയുള്ള വീട്ടിൽ നിന്നല്ലേ നീ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്, അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മറന്നിട്ടൊന്നുമില്ല, അതിൻ്റെയാണ് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല, എവിടെ വെച്ചാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചേക്കുന്നത് എന്ന് അറിയിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ചതിന് ശേഷം ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടപ്പുണ്ട്. ഈ സമയം ശിവൻ മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുവാണ്. അവരെയൊക്കെ കാണുന്നതേ മുത്തശ്ശിക്ക് ദേഷ്യമാട്ടോ. കാരണം അവരാരും മുത്തശ്ശിയുടെ അടുത്ത് പോയി സംസാരിച്ചൊന്നും ഇരിക്കാറില്ല. മുത്തശ്ശി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായതുകൊണ്ട് തന്നെ ദേഷ്യമാണ്. അന്നേരം എന്നാത്തിനാടെ ഇവിടെ ഒന്ന് നോക്കിക്കുന്നത്, ഞാൻ ചത്തൊട്ടൊന്നുമില്ല എന്ന് പറയുമ്പം ചിരിച്ചുകൊണ്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, ഞാനത് നോക്കാനാണ് വന്നതെന്ന് അമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായേ എന്ന്. അന്നേരം എനിക്ക് എല്ലാവരെയും മനസ്സിലായടാ, ഇവിടെയുള്ള ഓരോന്നിനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പം ചുമ്മാ തമാശയ്ക്ക് കൈകളൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇവിടെ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് കുഴപ്പങ്ങളൊന്നും എന്നോട് പറയാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിച്ച് കളിക്കാൻ ചെല്ലുമ്പം, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം, എന്നോട് കൂടുതൽ കിന്നാരിക്കാൻ വരണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം ഞാൻ വന്നത് വേറെ ഒന്നിനും അല്ല എന്ന് പറയുക ശിവൻ. അന്നേരം മുത്തശ്ശി പറയും, നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം, വൈദ്യയുടെ കാര്യം പറയാനല്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം ശിവൻ ചോദിക്കുവാണ് മുത്തശ്ശിയോട്, ബാലചന്ദ്രനും അലീനയും തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അമ്മയ്ക്ക് അറിയാവോ എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കും, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. അന്നേരം വേറെ പെണ്ണ് കേസൊന്നും അല്ലാതെ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ബന്ധം ഇല്ല എങ്കിൽ വെറും വേലക്കാരിക്ക് വേണ്ടി അവൻ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അവൻ അങ്ങനെയാണ്, വെറും വേലക്കാരിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കൈയും കാലും ഞങ്ങൾ തല്ലി ഒടിക്കുമെന്ന് പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തിരിച്ച് ഗൾഫിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പം, ഞങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷമേ അവൻ്റെ കൈയും കാലും ഒക്കെ ഒടിയുള്ളൂ, അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഏതായാലും ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, അവൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് ശിവൻ പറയുന്നുണ്ട്, അവർ തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ട്. കാരണം ഇതിനു മുമ്പ് ബാലേന്ദ്രൻ ഇങ്ങനെയല്ലായിരുന്നു, മക്കളോടൊക്കെ നല്ല സ്നേഹത്തിലല്ലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ നല്ല സ്നേഹത്തിലൊക്കെ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ ആയിരുന്ന ബാലൻ അടിമുടി അവൾ വന്നപ്പം മാറി, അങ്ങനെ മാറണമെങ്കിൽ അവർ തമ്മിൽ നമ്മൾ ആരും അറിയാത്ത മറ്റേതോ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുമ്പം അങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, അതിൽ സത്യമുണ്ടോ എന്ന് അറിയത്തില്ല, എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്തോണം എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കും, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറുകയുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ച് നോക്ക്, എല്ലാം ശരിയാകുമോ എന്ന് നോക്കാം എന്ന് പറയുക. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. ബാലേന്ദ്രൻ രാവിലെ ഏതായാലും ചർച്ചയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചു, റെഡിയായി. അതിനുശേഷം ശിവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എവിടെ വെച്ചാണ് ചർച്ച എന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയുവാണ്, ബാലനല്ലേ പറഞ്ഞത് സുനന്ദയുടെ വീട്ടിൽ വിളിച്ച് ചെയ്യാമെന്ന്, അപ്പോൾ നമുക്ക് അവിടെ തന്നെ കൂടാമെന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ പോരെ, ഞാൻ ആദ്യം അങ്ങോട്ട് ചെന്നോളാം, നിങ്ങൾ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കും. എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട്, രാജീവ് മേനോൻ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അയാളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൻ വരുന്നില്ല,
ശരിയാകുന്നില്ല, നിങ്ങളും അവനും കൂടെ ശരിയാകില്ല. അതുകൊണ്ട് ഞാനും പിന്നെ കമലയുടെ ആങ്ങളെയും പിന്നെ സുഭാഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അങ്ങനെ ഒരു 3 പേരേ ഉള്ളൂ എന്ന് പറയും. എങ്കിൽ നിങ്ങൾ പോരെ, ഞാൻ അവിടെ കാണും എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോം വയ്ക്കുക. ഈ സമയം അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അലീന വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നു. എന്നിട്ട് ബാലനോട് ഒന്നുകൂടി സംസാരിക്കാൻ വേണ്ടി കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ ഇറങ്ങി വരും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ തന്നെയാണോ പോകുന്നത്? അവർ കുറേ പേര് കാണുകയില്ലേ, അതുകൊണ്ട് ഇവിടുന്ന് ബബിതയോ കൃഷ്ണമോളെയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാൻ മേലെ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഞാനൊരു ചർച്ചയ്ക്കാണ് പോകുന്നത്, അത് കൈവിട്ടു പോകുമോ, ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. മിക്കവാറും ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നിരിക്കും. കാരണന്മാർ മാത്രം അറിയേണ്ട ചില രീതിയിൽ ഞാൻ സംസാരിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ തനിച്ചു പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ബാലേന്ദ്രൻ തന്നെയല്ലേ ഉള്ളൂ എന്നോർത്ത്. ഈ സമയം അവിടുന്ന് ശിവനും ഈ പറഞ്ഞ 2 പേരൂടെ ഇറങ്ങുന്നുണ്ട്. കമല പറയുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കുവാണെങ്കിൽ എടുക്കണേ എന്ന്. കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അറിയണമല്ലോ, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി. ഏതായാലും വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരുവാണ് ശിവനും. അതുപോലെ അവരങ്ങ് പോകുന്ന കുറച്ച് കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ ചേച്ചി ആട്ടോ സുനന്ദ. വീട്ടിൽ ചെല്ലും. എന്നിട്ട് വീട് അറിയാവോ എന്നറിയാൻ വേണ്ടി, ഈ ശിവനൊക്കെ വീട് അറിയാവോ എന്നറിയാൻ വേണ്ടി വിളിക്കുന്നു. അന്നേരം പണ്ട് വന്ന ഒരു ഓർമ്മയുണ്ട്, അത് വെച്ച് ഞങ്ങളങ്ങ് വന്നോളാം എന്ന് പറയും. അന്നേരം ബാലൻ പറയുന്നുണ്ട്, AACയുടെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ മതി, എല്ലാവർക്കും അറിയാമെന്ന്. ഏതായാലും അത്രയും പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ബാലൻ്റെ ചേച്ചിയോട് സംസാരിക്കുവാണ്. എന്നിട്ട് ഭർത്താവിനെ പറ്റി, AAC ആട്ടോ, അത്യാവശ്യം തണ്ടി പാർട്ടിയാണ്. അന്നേരം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, കുടിക്കുന്ന ഒരു കുറവില്ലടാ, പിന്നെ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, അടിയും തല്ലും വഴക്കമൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ കുടുംബ പ്രശ്നമെന്ന്. അന്നേരം പ്രശ്നങ്ങളൊക്കെ ഞാൻ പയ്യെ പറയാം, ഇപ്പം സമയമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ചേച്ചി പറയുന്നുണ്ട്, ചേച്ചിയുടെ പേര് സുനന്ദ എന്നാണ്, അനീതി ഉണ്ടല്ലോ സുലോചന, അപ്പോൾ സുലോചന വിളിച്ച് പറഞ്ഞായിരുന്നെന്ന്, ബാലൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി വന്നു, അതിൻ്റെ പ്രശ്നങ്ങളാണ് ആ വീട്ടിൽ നടക്കുന്നത് മൊത്തം പറഞ്ഞായിരുന്നു എന്ന് പറയും. അന്നേരം ബാലൻ പറയും, അതൊന്നും അല്ല സംഭവം എന്ന്. അന്നേരം ചേച്ചി ഒന്ന് ഉപദേശിക്കുന്നുണ്ട്, എടാ നമുക്ക് നമ്മുടെ കുടുംബമാണ് വലുത്, നീയും നിൻ്റെ ഭാര്യയും മക്കളും അതായിരിക്കണം നിനക്ക് നീ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് വളർന്നു വന്നതെന്ന് നിനക്കറിയാലോ എന്നൊക്കെ പറയുമ്പം ചേച്ചി ഇതെന്തറിഞ്ഞിട്ട് എന്നോട് സംസാരിക്കുന്നത്, ഈ ചേച്ചി കേട്ടതൊന്നും അല്ല സംഭവം, ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയാം, ഇപ്പോഴല്ല പിന്നെ എന്ന് പറയുവാണ്. ആയിക്കോട്ടെ എന്ന് പറയുന്നു. പിന്നെ കുറച്ച് കുശലമൊക്കെ ചോദിച്ച് ചേച്ചി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും ശിവനും ആൾക്കാരും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു ബാലേന്ദ്രൻ. അവരെ വളരെ മാന്യമായിട്ട് തന്നെ അകത്തോട്ട് ക്ഷണിക്കുന്നു. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, അളിയൻ വന്ന് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം പുറത്ത് ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്, കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറയും. സുനന്ദി ഇല്ലേ അകത്തെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചിയുണ്ട്, കയറി വായെന്ന് പറയുവാണ്. അവരകത്തേക്ക് കയറി വരുന്നു. അവർ എല്ലാവരും ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചേച്ചി കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കും. അന്നേരം ഒരു കുശലം എന്ന രീതിയിൽ ശിവൻ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ പ്രൊമോഷൻ കിട്ടുമോ ഭർത്താവിനെ എന്ന് ചോദിക്കുമ്പം, ശരിക്കും ഇപ്പം CA ആയിട്ട് ഇരിക്കേണ്ടതാണ്, 2 തവണ സസ്പെൻഷൻ കിട്ടി, അതുകൊണ്ടാണ് അടുത്ത് തന്നെ SA ആവുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയും. അപ്പോൾ വരുമോ ഇപ്പോഴെങ്ങാനും എന്ന് ചോദിക്കുമ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്, ആളുടെ രീതി വ്യത്യസ്തമായതുകൊണ്ട് വരുമോയെന്ന് അറിയത്തില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അകത്തേക്ക് പോകും. പിന്നെ ഇവരുടെ ചർച്ച നടക്കുന്നിടത്ത് നിൽക്കണ്ടായെന്നോർത്ത് മുകളിലത്തെ നിലയിലേക്ക് ചേച്ചി പോകും കേട്ടോ. അപ്പോഴത്തേക്കും ഏതായാലും പറഞ്ഞ അളിയൻ AAC ആണ്, അദ്ദേഹം വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അവരോടും വളരെ മാന്യമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. എല്ലാവരും വന്നൂല്ലേ ബാല എന്ന് ചോദിക്കും. അതേന്ന് പറയും, ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോകും. പോയി കഴിയുമ്പോഴത്തേക്കും ശിവൻ ചോദിക്കും, ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ, ചർച്ച ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് ശിവൻ ചോദിക്കുകയാണ്, എന്താണ് ബാലേന്ദ്രൻ്റെ ഉദ്ദേശം, എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, ആര് വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യമാണ് ചോദിക്കുന്നത്, എനിക്ക് യാതൊരു മനമാറ്റവും ഇല്ല എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ബാല ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് എന്ന്. അന്നേരം ബാലൻ ചോദിക്കുന്നുണ്ട്, ആരാണ് കടുംപിടുത്തം പിടിക്കുന്നത്, ഞാനാണോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അലീന വീട്ടിൽ വന്നത്. അവൾ വന്ന് 2 ദിവസത്തിനകം വൈജയന്തിക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് അവളോട് തോന്നി. ഒരു കാര്യവുമില്ലാതെ അവളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഒരിക്കൽ അവൾ ചെയ്യാത്ത കുറ്റം അവളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു. അത് കഴിഞ്ഞ് അത് അലീനയല്ല ചെയ്തത് എന്നറിഞ്ഞു. പിന്നൊരു സമയത്ത് വ്യഭിചാരക്കുറ്റം വരെ അവൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതും ശരിയായിട്ടൊന്നും
ഒന്നും നടന്നില്ല. പിന്നെ ശിവേട്ടൻ്റെ മകൻ ഹരി സ്വർണവും മറ്റ് സാധനങ്ങളും ഒക്കെ കൊടുത്ത് അവളെ കറക്കിയെടുക്കാൻ നോക്കി, അതും നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതേക്കും ശിവന് നാണക്കേടായി തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കൽ ഹരി കുറച്ച് മയക്കുമരുന്നുമായിട്ട് വീട്ടിൽ വന്ന് രോഹിത്തിൻ്റെ റൂമിൽ വെച്ച് അത് അവളെ കൊണ്ട് കുടിപ്പിച്ച് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ഹരിയും എൻ്റെ മകനും കൂടി. അന്ന് അവൾ രക്ഷപ്പെട്ടത് സ്വന്തം വയറ്റിൽ കത്രിക കുത്തിക്കയറ്റിയാണ്. അന്ന് അവൾ കാണിച്ചതിനും തെറ്റുകാരി അവൾ മാത്രമായി. അന്നും ഹരിയേനെയോ അതുപോലെ രോഹിത്തിനെയോ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി ഞാൻ കേട്ടില്ല. അതിനുശേഷം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ബോധം കെട്ട് വീണ എന്നെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾ രക്ഷപ്പെടുത്തി. അതായിരുന്നു ഏറ്റവും വലിയ പാപം. അതിൻ്റെ പേരിൽ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ എൻ്റെ ഭാര്യ തയ്യാറായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പം അവൾ ബാഗ് പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. എന്തായിരുന്നു ഈ പറഞ്ഞതിലെല്ലാം അലീന ചെയ്ത കുറ്റം എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പം ശിവൻ ആകെ വിഷമിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾ കെട്ടിച്ചെന്ന വൈജയന്തി എന്ന് പറയുന്ന ആ സ്ത്രീ എന്നോട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ മറക്ക്. എന്നിട്ട് ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ കുടുംബം എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും, അതല്ലേ നല്ലത് എന്ന് ചോദിക്കും. അന്നേരം അത് ആർക്ക് വേണ്ടിയാണ് ബാലേന്ദ്രൻ ചോദിക്കുമ്പം ശിവൻ പറയുവാണ്, അത് ബാലേന്ദ്രൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ്, അങ്ങനെയാണെങ്കിലല്ലേ ഒരു കുടുംബം ആവുകയുള്ളൂ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം അലീന ഒരു അനാഥയല്ല, എൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ അവളും ഞാനും ആ കുടുംബത്തിൽ കാണും. എനിക്ക് വേണ്ടി അവരിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്നും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ പോരല്ലോ, തിരിച്ചും അങ്ങനെ വേണ്ടേ എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര ഇങ്ങനെ ചർച്ച ചെയ്താൽ ഒരിടത്തും എത്തത്തില്ല, വെറുതെ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വെറുതെ കാര്യങ്ങൾ പറയുന്നതല്ല, അലീന എൻ്റെ മകളാണ് എന്ന്. അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാട്ടോ അവർ. എന്നിട്ട് ബാലേന്ദ്രൻ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന രീതി ചോദിക്കുകയാണ്, അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 10-23 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലായിരുന്നു. ആ സമയത്ത് വൈജയന്തി ആഗ്രയിലല്ലായിരുന്നു എന്ന് ചോദിക്കും. അത് കേൾക്കുന്നതേ ശിവനെ ടെൻഷനായി തുടങ്ങി. നേരം ആയിരുന്നു, അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം ഉണ്ടെന്നേ ഞാൻ പറയാമെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ആ സമയത്ത് കേട്ടൻ്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് സഹായിക്കാൻ വേണ്ടി കുറച്ച് നാൾ വൈജയന്തി അവിടെ പോയി നിന്നില്ലായിരുന്നു എന്ന് ചോദിക്കുന്നതേക്കും, അങ്ങനെ പോയി നിന്നായിരുന്നു, അത് കഴിഞ്ഞ് അവൾ പെട്ടെന്ന് വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശിവൻ നിന്നങ്ങ് വേർക്കുവാണേ. ഇത് കാണുമ്പോൾ കൂടെ ഇരിക്കുന്ന അവർ രണ്ടുപേരും ശിവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശിവൻ ഇരിക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറി മാറി ഇരിക്കുന്ന പോലെ കാണിക്കുന്നു. ടെൻഷനാണ് ആശാന്, ഇനി മൊത്തം പുറത്തറിഞ്ഞോ, അതുകൊണ്ടാണോ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നത് എന്നൊന്നും അറിയത്തില്ലല്ലോ. അത്രയും പറഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് മറ്റൊരു സ്ത്രീയുമായി ഗൾഫിൽ ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതേക്കും ഒരു ചെറിയ ആശ്വാസത്തിലേക്ക് എത്തുവാണ് ശിവൻ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ബാലേന്ദ്രൻ പറയുവാണ്, ബാലേന്ദ്രന് അന്നൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിലുണ്ടായ കുട്ടിയാണ് വൈജയന്തി എന്ന്. അന്നേരം സ്വാഭാവികമായിട്ടും ഇവരെ എതിർക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ വൈജയന്തിക്ക് അങ്ങ് ആഗ്രയിലായിരുന്ന സമയത്ത് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർ പരസ്പരം എന്നും കാണുമായിരുന്നു. ഞാൻ ഒരു സ്ത്രീയുടെ കൂടെ കഴിഞ്ഞതുപോലെ തന്നെ വൈജയന്തി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. പറയാൻ മറുപടികളില്ലാതെ നിൽക്കുവാണ് ശിവൻ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകളാണ് അലീന, എൻ്റെ മരണം വരെ അവൾ ആ വീട്ടിൽ കാണും, അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.